അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, റമദാനിൽ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഇനി നമ്മളുടെ മുമ്പിൽ ഉള്ളത്. ഈയൊരു മാസം അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരുപാട് ആരാധനകളും കർമ്മങ്ങളുമൊക്കെ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. നമ്മളിൽ നിന്നെല്ലാം അതൊരു സ്വാലിഹായിട്ടുള്ള അമലായി, സൽക്കർമ്മമായി അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ഉന്നതമായ പ്രതിഫലം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഇന്ന് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സമ്പത്ത്, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ഭൗതിക അനുഗ്രഹങ്ങൾ, ഇതെല്ലാം അള്ളാഹു നൽകുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇതേപോലെയാണ് നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവും. അതാരും നമ്മളുടെ മികവ് കൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. നമ്മളുടെ പ്രയത്നം അതിലുണ്ട്, പക്ഷെ അത് നൽകുന്നവൻ അള്ളയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, റബ്ബി സിദ്നി ഇൽമ, എൻ്റെ അറിവ് എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ എന്ന്. നമസ്കാര ശേഷം ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ, അള്ളാഹുവെ ഞാൻ ഉപകാരപ്രദമായിട്ടുള്ള അറിവ് നിന്നോട് ചോദിക്കുന്നു എന്ന്. അപ്പോൾ അതെന്തിന് അള്ളാഹുവിനോട് ചോദിക്കണം? കാരണം നമ്മൾ വായിക്കുന്ന, നമ്മൾ കേൾക്കുന്ന അറിവുകളൊക്കെ ഉപകാരപ്രദമായ രൂപത്തിൽ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു പല ആളുകൾക്കും, പ്രവാചകന്മാർ, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു ഹിക്മത്ത് നൽകി എന്ന് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഹിക്മത്ത്? വിസ്ഡം എന്ന് പറയും ഇംഗ്ലീഷിൽ. യുക്തിദീക്ഷ്ണിതയാണ്. അതായത് വളരെ കൃത്യമായ ഒരു സ്ഥലത്ത് അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. എല്ലാ സത്യങ്ങളും ആളുകൾ വിളിച്ചു പറയുന്നതിനെ ഹിക്മത്ത് എന്ന് പറയാറില്ല അറബി ഭാഷയിൽ. നേരെ മറിച്ച് ഒരു പറയേണ്ട സ്ഥലത്ത് യഥാർത്ഥ ആശയം വെച്ചു കൊടുക്കുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. അങ്ങനെയാണ് നമ്മൾ പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്ത് നഹ്ൽ, അതിലെ 125-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നില്ലേ, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്ത്. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം. എങ്ങനെ? ഹിക്മത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ആ ഹിക്മത്ത് എന്നത് കാപഢ്യം കാണിക്കാനല്ല, എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ട് ചില തരികിടകൾ കാണിക്കാനല്ല അവിടെ പറയുന്നത്. നേരെ മറിച്ച് സത്യസന്ധമായ കാര്യങ്ങൾ അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നതിനാണ് ഹിക്മത്ത് എന്ന് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു മരണ വീട്ടിലേക്ക് ഒരാൾ കയറുകയാണ് എന്ന് കരുതുക. മരണ വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ മരിച്ച വീട്ടിലെ ഒരു അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കണം. അവിടെ പോയിക്കൊണ്ട് 2 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളാണ്, ഈദിന് നമ്മൾ ഇന്ന രൂപത്തിലൊക്കെയുള്ള ആഘോഷങ്ങളാണ് നടത്തേണ്ടത് എന്ന് അവിടെയുള്ള ആളുകളോട്, ആ മരിച്ച വീട്ടിലുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുന്നത്, പറയുന്നത് സത്യമാണ്. പക്ഷേ അത് പറയേണ്ട സ്ഥലം അവിടെയല്ല, അത് അനുയോജ്യമല്ല അവിടെ നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഹിക്മത്ത് എന്ന് നമ്മൾ പറയുകയില്ല. ഇതേപോലെ തന്നെ വേറെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ചില വിഷയങ്ങൾ കടന്നു വരും. സഹോദരങ്ങളെ, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. യഥാർത്ഥത്തിൽ നമുക്ക് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് ലുഖ്മാൻ, ഖുർആനിലെ 31-ാമത്തെ അധ്യായമാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹം ഒരു പ്രവാചകനാണോ അതല്ല ഒരു സ്വാലിഹായിട്ടുള്ള വ്യക്തിയാണോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം ഒരു സ്വാലിഹായിട്ടുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. ആ ലുഖ്മാൻ അലൈഹിസ്സലാം എത്യോപ്യക്കാരനായിട്ടുള്ള ഒരു അടിമയാണ്. അദ്ദേഹം ഒരു ആശാരി കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു യജമാനനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ അറിവ് ഈ ലുഖ്മാൻ അലൈഹിസ്സലാമക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ യജമാനൻ ലുഖ്മാൻ അലൈഹിസ്സലാമിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു ആടിനെ അറുത്തു കൊണ്ടുവരൂ.
അങ്ങനെ തൻ്റെ യജമാനൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ ഒരു ആടിനെ അറുത്തുകൊണ്ട് യജമാനൻ്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അന്നേരം ആ യജമാനൻ പറഞ്ഞു, എനിക്ക് ഈ അറുത്ത ആടിൽ നിന്ന് ഏറ്റവും നല്ല 2 അവയവങ്ങൾ തരണമെന്നാണ്. 2 നല്ല അവയവങ്ങൾ കൊടുക്കാൻ വേണ്ടി ലുക്മാൻ അലൈഹിസ്സലാം അതിൽ നിന്ന് ഒരു നാവും ഒരു ഹൃദയവും, ആ ആടിൻ്റെ നാവും ഹൃദയവും കൊണ്ടുപോയി കൊടുത്തു. കുറേ കാലങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ലുക്മാൻ അലൈഹിസ്സലാമയോട് അതേ യജമാനൻ ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഒരു ആടിനെ അറുത്ത് കിട്ടണം. ആ ആടിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള 2 അവയവങ്ങളാണ് എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞു. അന്നേരവും ലുക്മാൻ അലൈഹിസ്സലാം ആടിനെ അറുത്തു. എന്നിട്ട് ആ ആടിൻ്റെ ഒരു നാവും ആ നാടിൻ്റെ ഹൃദയവും അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ ആടിൻ്റെ നാവും ആ ആടിൻ്റെ ഹൃദയവും കിട്ടിയ സന്ദർഭത്തിൽ ആ യജമാനൻ ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ഏറ്റവും നല്ല 2 അവയവങ്ങൾ ചോദിച്ചപ്പോൾ ഇതേ ഭാഗമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, മോശമായ അവയവം ചോദിച്ചപ്പോഴും ഇതാണ് താങ്കൾ നൽകിയിട്ടുള്ളത്, എന്താണ് അതിൻ്റെ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ ലുക്മാൻ അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ശരീരത്തിലെ ഈ 2ഉം നന്നായി കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലതായിട്ട് വേറെ ഒന്നുമില്ല എന്ന്. ഈ 2 മോശമായി കഴിഞ്ഞാൽ അതിനേക്കാളും മോശമായ ഒന്നും നമ്മുടെ ശരീരത്തിലില്ല എന്ന്. സഹോദരങ്ങൾ, എന്തു നല്ല ഒരു ഉപദേശമാണ് ആ യജമാനന് ലുക്മാൻ അലൈഹിസ്സലാം നൽകിയിട്ടുള്ളത്. അനുയോജ്യമായ സ്ഥലത്ത് യഥാർത്ഥ ആശയം, സത്യസന്ധമായിട്ടുള്ള ആശയം കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. ഇതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അവിടെ നോക്കും, ഒരു മനുഷ്യനെ സംബന്ധിച്ച് നാവ് നന്നായാൽ, ഹൃദയം നന്നായാൽ ആ മനുഷ്യൻ നന്നായി. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നാവ് മോശമായി കഴിഞ്ഞാൽ, ഹൃദയം മോശമായി കഴിഞ്ഞാൽ അയാളുടെ ശരീരം, ആ മനുഷ്യൻ മൊത്തം മോശമായി പോയി. ഈ ഒരു സന്ദേശം ഏറ്റവും ഭംഗിയായ രൂപത്തിൽ ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ യജമാനന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആ ഒരു സന്ദർഭം ഹിക്മത്തോടുകൂടി ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നത് സത്യസന്ധമായ ആശയം യഥാർത്ഥ സ്ഥലത്ത് പോയി കൊണ്ടുവെക്കാൻ സാധിച്ചു എന്നാണ്. ഇതാരാണ് ലുക്മാൻ അലൈഹിസ്സലാമക്ക് ഈ രൂപത്തിലുള്ള അറിവ് നൽകിയത്? അത് അള്ളാഹുവാണ് നൽകുന്നത് എന്നർത്ഥം. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലുക്മാൻ അലൈഹിസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് നൽകി എന്നാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിക്മത്ത് നൽകും. ആ ഒരു ഹിക്മത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. കൃത്യമായ ഒരു ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായിട്ട് ഹൃദയത്തിൽ തന്നെ സഹോദരങ്ങളെ നമുക്കത് ബോധ്യപ്പെടണമെന്ന്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു തന്നത്, റബ്ബി സിദ്നി ഇൽമാ, എനിക്കെൻ്റെ അറിവ്, ഇൽമ് അത് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതെവിടെ നിന്നാണ് കിട്ടുക? ഈ ഒരു അറിവ് നമ്മളെ സംബന്ധിച്ച് കിട്ടുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അത് പാരായണം ചെയ്ത് അത് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഒരുപാട് മാനവികമായി ഗുണമുള്ള അറിവുകൾ സ്വായത്തമാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. അഫല യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യമാണ്, ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി എളുപ്പമാക്കിയിട്ടുണ്ട്. ചിന്തിച്ച് മനസ്സിലാക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്ന് ഖുർആൻ 4 സ്ഥലങ്ങളിലായിട്ട് സൂറത്തുൽ ഖമർ 54-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വായിച്ച് അതിലെ പരിവർത്തനമുണ്ടായി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളായിട്ടുള്ള ആളുകളെ വരെ മുൻകാലങ്ങളിൽ അവരുടെ രക്ഷിതാക്കൾ പ്രേരിപ്പിച്ചിരുന്നു. ഇന്നൊക്കെ മാനസികമായിട്ടൊരു പ്രയാസം നമ്മളെ പിടികൂടിയാൽ നമുക്കൊരുപാട് സ്ട്രെസ്സുകളുണ്ട്, ഒരുപാട് ടെൻഷനുകളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, കുടുംബപരമായിട്ടുള്ള വിഷയമാകാം, വൈയക്തികമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതാകാം. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ ആശ്വാസം കണ്ടെത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ വായിച്ച് അതിങ്ങനെ നമ്മളെ വായനയിലൂടെ അങ്ങനെ പോകുമ്പോൾ നമ്മളോട് അതു സംബന്ധമായിട്ടുള്ള ഒരു പരിഹാരം ഖുർആനിലൂടെ നിർദ്ദേശിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് പറയാം. അതായത് മക്കയിൽ ബറക്ക എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അവരും എത്യോപ്യക്കാരിയായിട്ടുള്ള ഒരു അടിമയാണ്. അവരുടെ യജമാനത്തി സമ്പന്നയാണ്. അവർക്കൊരു ഈ ബറക്ക എന്ന് പറയുന്ന അടിമ സ്ത്രീക്ക് ഒരു കുട്ടിയുണ്ട്. ഒരു കറുകറുത്ത നിറമുള്ള കുട്ടിയാണ്. അതുപോലെ തന്നെ
കാലുകൾക്കും കൈകൾക്കും അംഗവൈകല്യമുണ്ട്, വിരൂപിയാണ് കാഴ്ചയിൽ, കണ്ണ് രണ്ടും ഉള്ളിലേക്ക് പോയി പരന്ന മൂക്കാണ് ആ കുട്ടിക്കുള്ളത്, അതുപോലെ തന്നെ സ്വാധീനക്കുറവുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു വിരൂപിയായിട്ടുള്ള, കാഴ്ചയിൽ വേണ്ടത്ര സൗന്ദര്യമില്ലാത്ത ഒരു കുട്ടി. ആ കുട്ടി ചെറുപ്രായത്തിൽ മക്കയിലേക്ക് ഇറങ്ങി കളിക്കാൻ വേണ്ടി പോവുകയാണ്. അതേ പ്രായക്കാരായിട്ടുള്ള കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ആ കളിയിൽ ഉൾപ്പെടാൻ വേണ്ടി ആ കുട്ടി പോകുമ്പോൾ, ഈ കുട്ടി കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ള കുട്ടികളൊക്കെ ഓടിപ്പോകും. കാരണം ഈ കുട്ടിയുടെ ആ കാഴ്ച കാണുമ്പോൾ ആ കുട്ടികൾക്ക് കൂടെ കൂട്ടാൻ തോന്നുന്നില്ല. അങ്ങനെ വളരെ സങ്കടം കൊണ്ട് ഉമ്മയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, ഉമ്മ, എന്നെ ആരും കളിക്കാൻ കൂടെ കൂട്ടുന്നില്ല, എന്താണ് ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ, എന്തായിരിക്കും ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ പറയുക, ഇതൊക്കെ വിധിയാണ് മോനെ, അടങ്ങി ഇവിടെ ഇരിക്കൂ, സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ കൂടുതൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലായിരിക്കും പലപ്പോഴും നമ്മളൊക്കെ സംസാരിക്കുക. എന്നാൽ ആ ഉമ്മ സംസാരിച്ചത് അങ്ങനെയല്ല. ആ ഉമ്മ പറഞ്ഞു, മോനെ, നീ പോയി ഖുർആൻ പഠിക്ക്, നിന്റെ മുമ്പിൽ രാജാക്കന്മാർ വന്ന് ക്യൂ നിൽക്കുന്ന അവസ്ഥയുണ്ടാകും, ഈ നാട്ടിലെ പ്രജകളെല്ലാം നിന്നെ തേടി എത്തുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നാണ് ആ ഉമ്മ ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഖുർആൻ പഠിക്കാനുള്ള ഒരു പ്രേരണയുണ്ടായി. അവർക്ക് ഖുർആൻ പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും അവരുടെ യജമാന സ്ത്രീ ചെയ്തു കൊടുത്തു. ഖുർആൻ പഠിക്കാൻ പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ അനുചരനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്കാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ 30 വർഷത്തോളം ആ പിഞ്ചു പൈതൽ അന്ന് ഖുർആൻ പഠിച്ചു. വലിയ യുവാവായി 30 വർഷത്തോളമാണ് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം ഉപയോഗിച്ചത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിട്ട് അദ്ദേഹം മാറി. അത്താ ബിൻ അബി റബാഹ് എന്ന പേരുള്ള പണ്ഡിതൻ. അത്താ ബിൻ അബി റബാഹിൻ്റെ പേര് ഉദ്ധരിക്കാതെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു തഫ്സീറുകളും വായിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ അതിൻ്റെ വിശദീകരണമായിട്ടുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ ഓരോ പേജുകളിലും അദ്ദേഹത്തിൻ്റെ പേര് വായിക്കാൻ നമുക്ക് സാധിക്കും. ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇന്ന് ചരിത്രത്താളുകളിൽ അത് പരന്നു കിടക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആയിരിക്കെയാണ് അന്ന് ഭരണം നിർവഹിച്ചിരുന്ന അബ്ദുൽ മാലിക് മർവാൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഫത്വകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, മതവിധികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റി ആയിക്കൊണ്ട് അത്താ ബിൻ അബി റബാഹിനെ ചുമതലപ്പെടുത്തുന്നത്. ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനും ഒക്കെ, നമ്മുടെ നാട്ടിൽ എന്നല്ല, ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ആർക്കും എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഒരു ഇസ്ലാമിക രാജ്യത്ത് അങ്ങനെയല്ല. അവിടെ ഭരണാധികാരികൾ ചുമതലപ്പെടുത്തുന്ന ആളുകളാണ് സൂക്ഷ്മതയോട് കൂടിയിട്ട് ആ മേഖല കൈകാര്യം ചെയ്യേണ്ടത്. അത്താ ബിൻ അബി റബാഹിനാണ് ആ ചുമതല ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ വീടുകളിലേക്ക് ജനങ്ങൾ ഒഴുകി വരികയാണ് സംശയം ചോദിക്കാൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒഴുകി വന്നതിൽ രാജാവും രണ്ട് മക്കളും ഉണ്ടായിരുന്നു. അവർ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. ഹജ്ജ് നിർവഹിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഹജ്ജിൻ്റെ അഹ്കാമുകളെക്കുറിച്ച്, വിധിവിലക്കുകളെക്കുറിച്ച് ചോദിച്ചറിയാൻ അത്താഹിൻ്റെ വീടിൻ്റെ മുമ്പിൽ അവർ വന്ന് നിൽക്കുന്ന രംഗം ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. രണ്ട് മക്കൾ രാജാവിനോട് ചോദിക്കുകയാണ്, കിഴക്കും പടിഞ്ഞാറും ഭരിക്കുന്ന രാജാവാണ് അവിടെ നിന്ന്, എന്തിനാണ് നമ്മൾ ഒരു അടിമയുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ ക്യൂ നിൽക്കേണ്ട ഒരു ആവശ്യമുള്ളത് എന്ന്. അപ്പം മക്കളെ വിളിച്ചുകൊണ്ട് ആ രാജാവ് ഉപദേശിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ദീൻ അത് പഠിക്കുന്ന വിഷയത്തിൽ ആരുടെ മുമ്പിൽ പോയിക്കൊണ്ട് പഠിക്കാനാണെങ്കിലും ലജ്ജ കാണിക്കരുത്. ഒരു അടിമയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഇങ്ങനെ നിന്ന് അത് ചോദിച്ചറിയുന്നതിൻ്റെ നിന്ദ്യത ഞാൻ മറച്ചു വെക്കുന്നില്ല എന്നും ആ രാജാവ് അവിടെ പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങളെ, ഉമ്മ ചെറുപ്രായത്തിൽ എങ്ങനെയാണോ മതപരമായിട്ടുള്ള അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ പ്രോത്സാഹിപ്പിച്ചത്, ആ പ്രോത്സാഹനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു പണ്ഡിതനായിക്കൊണ്ട്, അങ്ങനെ വൈകല്യമുള്ള ഒരു വിരൂപിയായിരുന്ന ഒരു ബാലൻ പിന്നീട് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, എല്ലാവരും അദ്ദേഹത്തിൻ്റെ സഹവാസം ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് വലിയ ഒരു പണ്ഡിതനായിക്കൊണ്ട് ചരിത്രത്തിൽ മാറുന്നത്. അതെന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള, അത് പഠിച്ചാൽ ലഭിക്കുന്ന സ്വീകാര്യതയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് മതത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകൻ്റെ ഹദീസുകളും പഠിക്കുക എന്ന് പറയുന്നത് അത് വലിയ ഒരു അർപ്പണബോധം ആവശ്യമുള്ള വിഷയമാണ്. അർപ്പണബോധം എന്ന് പറയുമ്പോൾ അത് ശരിയായ ഉദ്ദേശത്തോടു കൂടി അത് ശരിയായ നിലക്ക് അതിനെ സമീപിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഇമാം ദഹബി
അദ്ദേഹത്തിൻ്റെ സിയർ അലാമിൻ നുബിലയിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇമാം മാലിക് റഹിമഹുള്ള മദീനയിൽ അദ്ദേഹം പ്രവാചകൻ്റെ ഹദീസുകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മദീന പള്ളിയിൽ കുറേ ശിഷ്യന്മാർ ഇരിക്കുന്നുണ്ട്. ആ ശിഷ്യന്മാർ ഇരിക്കുന്ന കൂട്ടത്തിലേക്ക് അവിടെ ഒരാൾ ഓടി വന്നുകൊണ്ട് പറയുകയാണ്, ദാ മദീനയിലൊരു ആന വന്നിട്ടുണ്ട്, മദീനയിലൊരു ആന വന്നിട്ടുണ്ട്. എല്ലാ ശിഷ്യന്മാരും കുട്ടികൾ അവരെല്ലാവരും ആനയെ കാണാൻ വേണ്ടി ഓടിപ്പോയി. കാരണം മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം ആന എന്ന് പറയുന്നത് അതൊരു കാഴ്ചയാണ്, ഒരു കാഴ്ചമൃഗം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയൊരു വികാരമൊന്നും തോന്നണമെന്നില്ല. കാരണം ദിവസവും അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ കാണുന്ന ഒരു മൃഗമാണ് ആന. പക്ഷെ മദീനക്കാരെ സംബന്ധിച്ച് ആന എന്ന് പറയുന്നത് അവർ കണ്ടിട്ടില്ല. അവർ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫീലിലൂടെ അവർ വായിച്ച ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ആനയെ കാണാൻ ഓടി. ഇമാം മാലിക്കിൻ്റെ സദസ്സ് കാലിയായി ഒരാൾ മാത്രം അവശേഷിച്ചു എന്നാണ്. അപ്പോൾ ഇമാം മാലിക്, അതായത് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകനായ ഇമാം മാലിക് റഹ്മഹുല്ല അവിടെ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾക്ക് ആനയെ കാണണ്ടേ, നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല എന്ന്. അദ്ദേഹം തിരിച്ചു മറുപടി പറയുന്നത്, ഞാൻ ആനയെ കാണാനല്ല ഇങ്ങോട്ട് വന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഹദീസുകൾ അത് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമാണ് എന്ന്. അന്നേരം ഇമാം മാലിക് റഹിമഹുല്ല അയാളോട് മറുപടി പറഞ്ഞു, ആന്തലേസുകാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ ആളാണ് താങ്കൾ എന്നാണ്. എന്താണ് ആന്തലേസ്? ഇന്നത്തെ സ്പെയിനിന് അന്ന് പറഞ്ഞിരുന്ന പേരാണ് ആന്തലേസ്. അനറബി രാജ്യമാണ്, അറബി സംസാരിക്കുന്ന രാജ്യമല്ല. പക്ഷെ അവിടെ നിന്നാണ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വരുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ പേരായിരുന്നു യഹിയ ബിൻ യഹിയ അല്ലൈസി റഹിമഹുല്ല. ഇന്ന് ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഹദീസ് ഗ്രന്ഥം, മുവത്ത പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾക്കൊക്കെ അതിൻ്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ യഹിയ ബിൻ യഹിയ അല്ലൈസി റഹിമഹുല്ല നിവേദനം ചെയ്ത, അദ്ദേഹം കുറിച്ചെടുത്ത ഇമാം മാലിക്കിൻ്റെ അധ്യാപനങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതിനേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം മറ്റു ലോകങ്ങളിലൊക്കെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് ആ അർപ്പണബോധത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു റിസൾട്ടായിരുന്നു അത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ നൂറുകണക്കിന് പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. എത്രയോ ആളുകൾ ഇന്നും ഈ ഒരു ഖുർആൻ പഠിച്ചുകൊണ്ട്, ഹദീസുകൾ പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ചിട്ടയോട് കൂടിയിട്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുകയും ആളുകൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ റമദാൻ മാസത്തിലെ നമ്മളുടെ ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം കാരണമാകേണ്ടതുണ്ട് എന്നത് ഗൗരവത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയണം. ഖുർആൻ നമ്മൾ വായിക്കുന്നു, ഖുർആൻ വായിച്ചാൽ ഒരു അക്ഷരം നമ്മൾ പാരായണം ചെയ്താൽ അതിന് 10 പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ അത് 3 അക്ഷരമാണ്, അലിഫ് ലാം മീം, അതിന് 30 പ്രതിഫലം നമുക്ക് കിട്ടും. അതിലൊന്നും ഇൻഷാ അല്ലാഹ് നമ്മളെ സംബന്ധിച്ച് സംശയമില്ല. പക്ഷേ സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ ആ അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. ഈ റമദാൻ നമ്മൾ വിട്ട് പോയി കഴിഞ്ഞാൽ ഖുർആൻ മടക്കി വെക്കുന്ന ഒരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുത്. ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇണങ്ങിക്കൊണ്ട് ജീവിക്കാൻ അതിന് സാധിക്കേണ്ടതുണ്ട്. ഈ ഒരു മാസം ഖുർആൻ പാരായണത്തിൻ്റെ മാസമാണ് എങ്കിൽ അടുത്ത 11 മാസം ഖുർആൻ പഠനത്തിൻ്റെ മാസമാക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയാണ് എങ്കിലാണ് അതിൻ്റെ സത്ത ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുക. എങ്കിലാണ് നമുക്ക് എല്ലാ ആളുകളുമായിട്ട് ഇടപഴകാൻ സാധിക്കുക. നമ്മുടെ റബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വീഴ്ചകൾ പറ്റാതിരിക്കാൻ നമുക്ക് അവിടെ അത് പ്രധാനമാണ്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ ഖുർആനിൻ്റെ പഠനം അനിവാര്യമാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ, അയൽവാസികളുമായുള്ള ബന്ധങ്ങളിൽ, ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തോടുള്ള ബാധ്യത, ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ട ഈമാനികമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ ഖുർആൻ പാരായണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഹതഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല.
അതുകൊണ്ട് ഖുർആനായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന മാർഗദർശ ഗ്രന്ഥം എന്നത് നമ്മൾ ഈ ഒരു മാസത്തിലേക്ക് മാത്രം ചുരുക്കാൻ പാടില്ല എന്ന് റമദാൻ മാസത്തിൻ്റെ അവസാന സമയത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ പാരായണം ചെയ്ത് അത് ജീവിതത്തിലേക്ക് പകർത്തി അത് പഠിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഉന്നതന്മാരിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന്. നിങ്ങളിൽ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി എന്ന്. ആ ഉത്തമനായിട്ടുള്ള വ്യക്തി ആകണമെങ്കിൽ ഖുർആൻ പഠിക്കുന്ന ഖുർആനിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ വേണ്ടി, ഖുർആനിൻ്റെ കുടുംബക്കാരിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ത്യാഗപരിശ്രമം തന്നെ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഖുർആനിൻ്റെ യഥാർത്ഥ അനുയായിയായിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട ധാരാളം വിജ്ഞാനങ്ങളുണ്ട്. ആ വിജ്ഞാനങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഹിക്മത്തോടു കൂടിയിട്ട് ശരിയായ രൂപത്തിൽ അതിനെ ഉപയോഗിക്കുന്ന ബുദ്ധിമാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത 1-2 എപ്പിസോഡുകളിലായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ റമദാനിൻ്റെ അവസാന സമയമായി, അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടി ഈ ഒരു മാസത്തിന് വിട നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.